ഇനി വയനാട്ടിലേക്ക് മൈലമ്പാടി മണ്ടകവയലിൽ പുലിയുടെ സാന്നിധ്യം കണ്ടു. വളർത്തുനായെ പുലി പിടിച്ചു. വീടിന് മുൻവശത്തു കൂടി പുലി പോകുന്ന ദൃശ്യം 24-ന് കിട്ടി. ആ ദൃശ്യത്തിലേക്ക് ആദ്യം ഒന്ന് പോകാം. ഇതേ പുലി വരുന്നു. പുലിക്കൊന്നും ഒരു ക്ഷാമവുമില്ല, എവിടെ നോക്കിയാലും പുലിയാ. പണ്ട് ആൾക്കാരെ കുറിച്ചായിരുന്നു പറയുന്നത്, അവൻ ആള് പുലിയാണ്. യഥാർത്ഥ പുലി ഇറങ്ങിയിരിക്കുക അന്വേഷിച്ച കാര്യങ്ങൾ. എന്നാ യാത്ര അവൻ്റെ. കൊള്ളാം. ഓക്കെ, പുലി. അപ്പോൾ നമുക്കൊരു പ്രതികരണം കൂടി ഉണ്ട് ഈ പുലിയുടെ വരവിൽ. ഞങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരമായിട്ടും ഇവിടുത്തെ വളർത്തുപട്ടീനെ കാണുന്നില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ CCTV പരിശോധിച്ചപ്പോഴാണ് മുറ്റത്ത് കടുവേൻ്റെ സാന്നിധ്യം കണ്ടത്. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ നോക്കുമ്പോഴാണ് പട്ടീനെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അത് പിന്നെ കഴിഞ്ഞ കൊല്ലം ഇതേ സ്ഥലത്ത് തന്നെയാണ് രണ്ട് കടുവേനെ ഇവിടെ നിന്ന് പിടിച്ചിട്ടുണ്ട്. പിന്നെ മാത്രമല്ല, അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് കടുവയായിരിക്കും എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. കൃഷിക്കാരൊരു മേഖല ആയതുകൊണ്ട് തന്നെ വനംവകുപ്പ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവർ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തു തരാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ജനങ്ങൾക്ക് ഭീതി ഉണ്ടാകും. സുർജിത്ത് അയ്യപ്പ ടെലിഫോണിൽ ചേരുന്നു. സുർജിത്ത്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. എന്താണ് ഇതിൽ ഒരു നടപടി ഉണ്ടാകാൻ പോകുന്നത്? അത് കടുവയല്ല, പുലി തന്നെയാണ്. ഈ സംഭവം ഉണ്ടായത് ഇന്ന് വളർത്തുനായെ കാണാതായതിനെ തുടർന്ന് നടത്തിയ CCTV പരിശോധനയിലാണ് ഇത്തരത്തിൽ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. മൈലമ്പാടി മണ്ടകവയൽ നെരവത്ത് ബിനു തോമസിന്റെ വളർത്തുനായയാണ് പുലി കൊന്നിരിക്കുന്നത്. എന്തായാലും വീടിന് മുൻവശത്തൂടെ പുലി പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. വനംവകുപ്പിനെ വിവരമറിയിച്ചു. തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറായിട്ടുള്ള അബ്ദുൾ ഗഫൂറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് എത്തിയത്. അതിനുശേഷം ഇവർ ഉറപ്പിച്ചു പുലി തന്നെയാണ് എന്നുള്ള സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. ഇതിനുശേഷം നാട്ടുകാരുമായി ചർച്ച നടത്തി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നിലവിൽ അവിടെ ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിക്കുക എന്നുള്ളതാണ് അടുത്ത പ്രൊസീജിയർ. ആ നടപടിയിലേക്ക് വനംവകുപ്പ് കടന്നിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ അവിടെ ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിക്കും. പിന്നീട് പുലിയുടെ ദൃശ്യങ്ങൾ ലഭിച്ചാൽ സ്വാഭാവികമായും കൂട് വെച്ച് പിടികൂടുന്ന നടപടിയിലേക്ക് കടക്കും. അതിന്റെ ഏകദേശം അകലെയായി കാട് വനപ്രദേശം ഉണ്ട് എന്നുള്ളതാണ്, തോട്ടവും ഉണ്ട് എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ഇവിടെ നിന്നാകാം ഇത് വന്നത് എന്നുള്ള തരത്തിലുള്ള വിവരമാണ് വനംവകുപ്പിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നത്. താങ്ക് യു സുർജിത് അയ്യപ്പ. ഇനി പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് ഹെഡ്ലൈൻസ്.